ന്യൂസ് വാല്യൂവിന് വേണ്ടി പല മാധ്യമങ്ങളും എന്തൊക്കെ വൃത്തികേടുകൾ കാണിക്കും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം ഇന്ന് കാണാൻ പറ്റി, കേൾക്കാൻ പറ്റി. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായി സർവീസിലിരുന്ന് വിരമിച്ച ശ്രീമതി ഹഫ്സ എന്ന സഹോദരി വളരെ സങ്കടത്തോടു കൂടി ഇന്ന് എന്നെ ഫോണിൽ വിളിച്ചു കേട്ടോ. വളരെ ബുദ്ധിമുട്ടാണ്, അവർ കരയായിരുന്നു. അവർ പറഞ്ഞ കാര്യം കേട്ട് ഞാനും ഞെട്ടിപ്പോയി. അവർ പറഞ്ഞു, സാറേ, ഒന്നുമില്ലാത്ത ഒരു കാര്യത്തിന് എൻ്റെ മകനതാണ്ട ഭീകരനെന്നും പറഞ്ഞ് പല TV ചാനലുകളും കാണിക്കുന്നു. അപ്പോൾ ഇത് കേട്ട് ഞാൻ വിചാരിച്ചു, ഇനി ഇതിനകത്ത് വല്ല സത്യമുണ്ടോ, എന്താ കാര്യമെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ മകൻ്റെ പേര് ആരിഫ് മുഹമ്മദ് എന്നാണ്. അദ്ദേഹം പഠിച്ചത് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലാണ് MBBSന് പഠിച്ചത്. അത് കഴിഞ്ഞ് PG ചെയ്യാൻ, അതായത് MDക്ക് പഠിച്ചത് ഗ്വാളിയർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലാണ്, മധ്യപ്രദേശിലെ. അതിനുശേഷം DM കാർഡിയോളജി, അത് DM ചെയ്തത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ 4 വർഷമായിട്ട് കോഴിക്കോട് ഒരു വലിയ ഹോസ്പിറ്റലിൽ അദ്ദേഹം കാർഡിയോളജിയിൽ അദ്ദേഹം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ആൻജിയോഗ്രാമൊക്കെ ചെയ്തുകൊണ്ട്, ആൻജിയോപ്ലാസ്റ്റി, ആൻജിയോഗ്രാം ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. അതുപോലെ ഹൃദയ സംബന്ധമായിട്ടുള്ള എല്ലാ അസുഖങ്ങളും ഇത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വളരെ നല്ല ഒരു പശ്ചാത്തലമുള്ള ആളാണ്. ശ്രീമതി ഹഫ്സയുടെ ഭർത്താവ്, അതായത് ഈ ഡോക്ടർ ആരിഫ് മുഹമ്മദിൻ്റെ പിതാവും നല്ല ഉദ്യോഗത്തിലിരുന്ന് വിരമിച്ച ആളാണ്. ഇവർ റിട്ടയർ ചെയ്തതാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഇതെന്താ, അതിന് എന്താ കാര്യം ഉണ്ടാവാൻ കാര്യം. അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് മനസ്സിലായത്, ഇന്ന് ഈ നമ്മുടെ ഡൽഹി സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ നേരത്തെ അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്ന ഡോക്ടർമാരുടെ ഒരു കൂട്ടാളി എന്ന് സംശയിക്കപ്പെടുന്ന, കൂട്ടാളിയായ ഒരു ഡോക്ടർ മുഹമ്മദ് ആരിഫ് മുഹമ്മദ് അല്ല, മുഹമ്മദ് ആരിഫ് എന്ന് പറയുന്ന ഒരാളെ അറസ്റ്റ് ചെയ്തു. അയാൾ കസ്റ്റഡിയിലാണ്. പക്ഷേ യവന്മാരുണ്ടല്ലോ ഈ മാധ്യമങ്ങൾ പലരും, അതായത് ഏതാണ്ട് ഇന്ത്യ ടുഡേ, അതുപോലെ തന്നെ വേറെ അതായത് നോർത്ത് ഇന്ത്യൻ ചാനലുകൾ, ഒരുപാട് ചാനലുകൾ, ന്യൂസ് ഇന്ത്യ, NDTV എന്നൊക്കെ പറയുന്ന ചാനലുമൊക്കെ ഇത് ഈ നെറ്റിൽ നിന്നുണ്ടല്ലോ ഡൗൺലോഡ് ചെയ്ത് ഡോക്ടർ ആരിഫ് മുഹമ്മദിൻ്റെ പടമെടുത്ത് ഇയാളാണ് ഈ ഭീകരൻ എന്ന് പറഞ്ഞ് കാണിച്ചുകൊണ്ടിരിക്കുക. നാട്ടുകാർ മുഴുവൻ ഇയാളെ അറിയാവുന്നവരും ഈ കുടുംബത്തെ അറിയാവുന്നവരും എല്ലാം ഇവരെ വിളിക്കുന്നുണ്ട്. ഈ ഡോക്ടർ ഹഫ്സയുടെ സഹോദരൻ, അയാൾ വക്കത്തോ ആ ഭാഗത്തും കണ്ടാണ്, അയാളും എന്നെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, സാറേ, ഇപ്പം അത് മാത്രമല്ല, മറ്റ് മലയാളം ചാനലുകളൊന്നും ഇത് കാണിച്ചില്ല, അവർക്ക് മനസ്സിലായി ഇത് കള്ളത്തരാണെന്ന്. ജനം TV, അത് ജനം TVക്ക് ഇതിലുള്ള താല്പര്യം എന്താണെന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ജനം TVയും ഈ ഡോക്ടർ ആരിഫ് മുഹമ്മദിൻ്റെ പടം എടുത്ത് കാണിച്ച് ഇയാളും അറസ്റ്റ് ചെയ്യപ്പെട്ട ഭീകരനാണെന്നുള്ളതാണ്. അയാളിപ്പോൾ കോഴിക്കോടുണ്ട്. അയാൾ ആശുപത്രി ആൻജിയോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അന്നേരം എന്നെ വിളിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡോക്ടറുടെ കാര്യം വളരെ തോന്നിയവാസമായിട്ട്, നിരുത്തരവാദപരമായിട്ട് എടുത്ത് അയാളെ ഇതുപോലെ മാനഭംഗപ്പെടുത്തുന്നതും അപമാനിക്കുന്നതും യവന്മാരൊക്കെ സമാനം പറഞ്ഞേ പറ്റുള്ളൂ. അവർ കേസ് കൊടുക്കാൻ പോവുകയാണ്, അവരതിന് നടപടി എടുക്കുകയും ചെയ്യും. കാരണം അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനഹാനി ഉണ്ടാകുന്ന ഒരു കാര്യമല്ലേ. നല്ല രീതിയിൽ താമസിക്കുന്ന ഒരു കുടുംബം, അവരെ ഇതുപോലെ അപമാനിക്കുക എന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും? നമുക്ക് ശരിയാണ്, ഇന്ത്യയിൽ സ്ഫോടനം ഉണ്ടായി, അതിന് കാണുന്ന മുസ്ലിങ്ങളെല്ലാം ഉത്തരവാദികളാണ്. അവന്മാരൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാർ ഭീകരവാദികളെന്ന് അവന്മാർ ഒരു കാരണവശാലും മുസ്ലിങ്ങളല്ല. അങ്ങനെ തന്നെ ഞങ്ങളുടെയൊക്കെ കാഴ്ചപ്പാടതാണ്. അവനൊന്നും മുസ്ലിങ്ങളല്ല, ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവനുമല്ല, അവൻ ഇസ്ലാമേ അല്ല. ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ഇതുപോലെ ആരെയും നിരപരാധികളെ കൊല്ലത്തില്ല, അതെങ്ങും പറഞ്ഞിട്ടില്ല. പലരും പറയും, ഇപ്പോൾ ഇന്ന് തന്നെ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചു, ഇതുപോലെ സാറേ, ഖുറാനിലെ ആയത്തുകളിൽ ഹിന്ദുക്കളെ കൊല്ലാൻ പറഞ്ഞിട്ടില്ല എന്ന്. എനിക്കറിയാവുന്ന ഖുറാനിന് അതില്ല. ഇനി ആ സുഹൃത്തുക്കളെ എനിക്കൊന്ന് കാണിച്ചു തന്നാൽ മതി എവിടെ ഉണ്ടെന്ന്. വിവരമില്ലാത്ത വല്ലവനുമൊക്കെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും, അതാണ്. എന്നിട്ട് അത് കണ്ടിട്ട് ആ രീതിയിൽ അങ്ങ് പോവുകയാണ്. ഇപ്പോൾ മുഹമ്മദ് ആരിഫ് എന്ന് പറയുന്ന ഒരുത്തൻ കസ്റ്റഡിയിലാണ്, അവനെ അറസ്റ്റ് ചെയ്തു.
അവനെ എന്തോന്നോ ചെയ്തോട്ടെ, അതിനൊന്നും നമുക്കൊരു കുഴപ്പമില്ല. ആ അറസ്റ്റ് ചെയ്തതിന് പകരം ഈ പാവം ഈ ഡോക്ടറുടെ പേരെടുത്ത് വെച്ച് പെരുമാറുകയാണ്. അയാളുടെ പടം നെറ്റിൽ നിന്ന് അവർ ഡൗൺലോഡ് ചെയ്തെടുത്ത് അയാളുടെ ഡീറ്റെയിൽസ് മുഴുവൻ കാണിക്കുകയാണ്, അയാളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും എല്ലാം. ഇവരെ എല്ലാം തീവ്രവാദികളായിട്ട് മാറുകയല്ലേ, കാണുകയല്ലേ കുറേ നേരത്തേക്കെങ്കിലും. അവർ കരച്ചിലാണ്, അവർ അത്രത്തോളം തകർന്നു പോയി. ഞാൻ അവരെ സമാധാനിപ്പിച്ചു, സാരമില്ല, നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം, നിങ്ങളൊന്നും ഭയക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു. അല്ലാതെ വേറെ എന്ത് പറയാൻ പറ്റും? നല്ല രീതിയിലുള്ള വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡോക്ടർ. എന്നിട്ട് പറഞ്ഞു, ഞാൻ ചോദിച്ചത് ഏത് അപ്പോൾ ആ ഹോസ്പിറ്റൽ എനിക്ക് പറഞ്ഞു. എന്തിനാണ് അവർ ചോദിച്ചു, സാറേ ഇനി അവൻ്റെ ജോലിക്ക് അവിടെ ജോലി ചെയ്യുന്നതിന് വല്ല പ്രശ്നം ഉണ്ടാകുമോ? ഞാൻ പറഞ്ഞു ശരി, ആ ഹോസ്പിറ്റലിൻ്റെ പേര് പറയണ്ട. അപ്പോൾ കോഴിക്കോട് എനിക്ക് വളരെ അടുപ്പമുള്ള ഒരു ആശുപത്രി എന്ന് പറയുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലാണ്, ഡോക്ടർ അലക്സാണ്ടർ നടത്തിക്കൊണ്ടിരിക്കുന്ന ആശുപത്രി. അതാണെങ്കിൽ ഞാൻ വിചാരിച്ചു അവിടെ പറയാം, ഒരു കുഴപ്പമില്ല എന്ന്. പക്ഷേ അതല്ല, മറ്റൊരു ഹോസ്പിറ്റലാണ്. ഞാൻ എന്തായാലും ആ ആശുപത്രിയുടെ പേര് പറയുന്നില്ല. ഇത് എന്തുമാത്രം ബുദ്ധിമുട്ട് ആ കുടുംബത്തിനുണ്ടാക്കി നോക്കിക്കോളൂ, അവരുടെ ബന്ധുക്കൾക്കെല്ലാം ഉണ്ടാക്കി നോക്കിക്കോളൂ. ഇത് ഈ അശ്രദ്ധ മൂലം എന്തെങ്കിലും വൃത്തികേട് കാണിച്ചവന്മാരൊക്കെ ചെയ്യുന്ന ഈ തോന്നിവാസത്തിന് ആ കുടുംബം മനസ്സ് വിഷമിക്കല്ലേ. അവർ വളരെയധികം ബുദ്ധിമുട്ടിലും കഷ്ടപ്പാടിലുമാണ്. ഈ രീതിയിലല്ല മാധ്യമ പ്രവർത്തനം നടത്തേണ്ടത്. മാധ്യമങ്ങൾ ന്യൂസൊക്കെ ബ്രേക്ക് ചെയ്തോളൂ, പക്ഷേ എന്തെങ്കിലും ഇല്ലാത്ത ഒരു കാര്യം ഒന്നുകൂടെ ചെക്ക് ചെയ്തിട്ട്, അതും പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ളതാണെന്നുണ്ടെങ്കിൽ, ഇവിടെ നിന്നും അങ്ങനെ തീവ്രവാദികളൊന്നും അവിടെ പോയി ഒന്നും ചെയ്യത്തൊന്നുമില്ല. അങ്ങനെ തീവ്രവാദികൾ ഇവിടെ ഇല്ലാതാനും. ഇവിടെ ഒന്നും ഈ രീതിയിൽ പ്രവർത്തിക്കുന്നവന്മാരില്ല. പണ്ടെങ്ങാണോ ആരെങ്കിലും തെറ്റിയും തെറിച്ചും കാണാൻ പലയിടത്തും പോയിട്ടുണ്ടോ എങ്കിൽ അത് ഉണ്ട്, അതെല്ലാം തീർന്ന്. അതൊന്നും ഇപ്പം ഇവിടെങ്ങുമില്ല. ഇത് ഇപ്പം നോക്കിക്കോളൂ, ഈ വൃത്തികെട്ടവന്മാർ കാണിച്ച ഒരു തോന്നിവാസത്തിന് ഈ കമ്മ്യൂണിറ്റിയിലുള്ള നിരപരാധികളായിട്ടുള്ള പാവപ്പെട്ടവർ, അന്തസ്സായിട്ട് കഴിയുന്നവരും സമാധാനം പറയേണ്ട ഗതികേടിലിരിക്കുകയാണ് ഇപ്പോൾ. അതാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആ കുടുംബത്തിനെ ആശ്വസിപ്പിക്കുകയാണ്. കാരണം അവർ ഭയക്കണ്ട. അവർക്കെതിരെ ഇതേപോലെ ഉത്തരവാദിത്വമില്ലാതെ ഈ തോന്നിവാസം കാണിച്ച എല്ലാ മാധ്യമങ്ങൾക്കെതിരെയും നടപടിയെടുക്കണം. നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് കേസ് കൊടുക്കണം. അതാ ചെയ്യേണ്ടത്. അത് ക്രിമിനൽ കേസെങ്കിൽ ക്രിമിനൽ കേസും കൊടുക്കാം. അത് അവർ അപ്പോളജി പറയണം. ഒരു ചാനൽ മാത്രം ഇത് വിളിച്ചു പറഞ്ഞു, ഇതല്ല, ആളിതല്ല, നിങ്ങൾക്ക് ആൾ മാറി, ഇന്നാരെയാന്ന് കാണിച്ചോണ്ടേ അവർ തെറ്റുപറ്റിപ്പോയെന്ന് പറഞ്ഞ് അവർ അപ്പോളജി അതുപോലെ സംപ്രേഷണം ചെയ്തു. ബാക്കിയുള്ളവർ ജനൻ TV ഉൾപ്പെടെയുള്ള NDTV ഉൾപ്പെടെയുള്ള ഈ ചാനലുകളെല്ലാം ഇതുപോലെ അപ്പോളജി അവർക്ക് കൊടുക്കണം. കാരണം തോന്നിവാസമാണ്. ആ അപ്പോളജി അവർ സംപ്രേഷണം ചെയ്തില്ലെങ്കിൽ അവർക്ക് എതിരെ കേസ് കൊടുക്കും. കേസ് കൊടുത്താൽ ഇച്ചിരി ബുദ്ധിമുട്ടും ഉണ്ടാവും അതിനകത്ത്. അത് ഞാൻ വിളിച്ചു പറയുകയാണ്. കാരണം ഇതേപോലുള്ള തോന്നിവാസം കാണിക്കരുത്. കേരളത്തിലെ മറ്റ് മുഖ്യധാര മാധ്യമങ്ങളെ ചാനലുകളൊന്നും കാണിച്ചില്ലല്ലോ വിവരം. കാരണം അവർക്ക് ബോധമുണ്ട്, അതുകൊണ്ടാണ്. ഈ രീതിയിൽ ഇങ്ങനെ കാണിക്കരുത്. അത് ജനൻ TVക്ക് പ്രത്യേക ഐഡിയോളജി കാണും, അത് ആയിക്കോളൂ, നിങ്ങൾ എന്തോ ആയിക്കോളൂ. പക്ഷേ നിരപരാധിയായിട്ടുള്ള ഒരു മനുഷ്യനെ ഇതുപോലെ ക്രൂശിക്കരുത്, അത് തെറ്റാണ്.